മുഹമ്മദ് സലയുടെ പകരക്കാരനായിട്ട് ഫ്രഞ്ച് താരമായിട്ടുള്ള ബ്രാഡ്ലി ബാർക്കോളനെയാണ് ലിവർപൂൾ കണ്ടുവച്ചിരിക്കുന്നത്. 100 മില്യൺ പൗണ്ട് വരെ ചെലവാക്കാനും അവർ തയ്യാറാണ്. എന്നാൽ 100 മില്യൺ പൗണ്ട് ചെലവാക്കിക്കൊണ്ട് ബ്രാഡ്ലി ബാർക്കോളയെ ടീമിലേക്ക് എത്തിക്കരുത് എന്നതാണ് ലിവർപൂളിന്റെ ലെജൻഡ് ആയിട്ടുള്ള ജെമി കാരഗർ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർപൂളിന് ഓൾറെഡി ഫസ്റ്റ് പൊസിഷൻ ലെഫ്റ്റ് വിങ്ങർ ആയിട്ടുള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ കാഡി ഗപ്പോ, അതുപോലെ തന്നെ ആ ഒരു റിയോ എന്ന് പറഞ്ഞിട്ടുള്ള യങ്സ്റ്റർ, അതുപോലെ തന്നെ മൂഡൂഫ്, ഇങ്ങനെ കുറേ പ്ലേയേഴ്സ് ആ ഒരു ലെഫ്റ്റ് വിങ് ആ ഒരു പൊസിഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഡ്ലി ബാർക്കോളയുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ലെഫ്റ്റ് വിങ്ങറിനെ ഈ ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ട് ടീമിലേക്ക് എത്തിക്കരുത്. അതിന് പകരം പ്യുവർ ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ്ങറിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് ജെമി കാരഗർ പറയുന്നൊരു കാര്യം. അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രാഡ്ലി ബാർക്കോളയെ സംബന്ധിച്ച് ആള് ലെഫ്റ്റ് വിങ്ങിലാണ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണെങ്കിലും റൈറ്റിലും അറ്റാക്കിംഗ് മിഡായിട്ടും സെന്റർ ഫോർവേഡായിട്ടൊക്കെ ആൾ കളിച്ചിട്ടുണ്ട്. PFCയിൽ അത് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കിടിലൻ യങ് ടാലന്റ് ആണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു ജെമി കാരഗർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പൊസിഷൻ ലെഫ്റ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റിൽ കളിക്കുന്ന 3 പ്ലേയേഴ്സ്, ഓൾറെഡി മികച്ച 3 പ്ലേയേഴ്സ് ലിവർപൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ റൈറ്റ് പൊസിഷൻ കളിക്കുന്ന, റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക.